ട്രിപ്പിൾ എ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കാർഡ്സ് കളിക്കുകയാണെങ്കിൽ പോലും അതിനൊരു തുറുപ്പ് അല്ലേ. ട്രിപ്പിൾ എ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷമുണ്ട്. ആ ട്രിപ്പിൾ എ ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ശരിക്ക് ആദ്യം പോസ്റ്റർ ഡിസൈൻ ചെയ്തപ്പോൾ വലിയൊരു എയും അതിൻ്റെ ഇപ്പുറത്ത് MAR അക്ബർ അന്തോണി അങ്ങനെ തീരുമാനിച്ച്. പക്ഷെ പിന്നീട് എനിക്ക് അതിൻ്റെ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എനിക്ക് മനസ്സിലായി. വലിയൊരു എയും അമർ അക്ബർ അന്തോണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം, ചിലപ്പോൾ അതിന് വേണ്ടി അത് മലയാളത്തിൽ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ശരിക്കും ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ സിനിമയുടെ ഒരു ജോണർ, ഈ ഒരു സിനിമ ശരിക്കൊരു ഹ്യൂമർ ബേസ്ഡ് ഫിലിമാണ്. ഞാൻ ചെയ്യുന്നൊരു സിനിമയ്ക്ക് അത് ഹ്യൂമർ ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്യും. ആദ്യത്തെ സിനിമ നാദർഷ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ, പണ്ട് മാവേലി കൊമ്പത്തും ഓഡിയോ കാസറ്റ്സും നമ്മുടെ ദേമാവേലി കൊമ്പത്ത് മാത്രമല്ല, ഈ ടൈറ്റാനിക്ക് അങ്ങനെ ഞാൻ തന്നിട്ടുള്ള കാസറ്റുകളുടെ ഒരു ജോണർ ഹ്യൂമറായതിൻ്റെ പേരിൽ അത് തന്നെ പ്രതീക്ഷിക്കുള്ളൂ. അപ്പോൾ പോസ്റ്റർ ഡിസൈനിങ്ങിന് പോലും നമ്മൾ ആ ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ അതൊരു ഹ്യൂമർ ബേസ്ഡ് ഫിലിമായിരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊമോഷൻ സമയത്ത് ഡിസൈനിങ്ങിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചാണ്. ഈ കഥയുമായിട്ട് 2 പുതിയ പിള്ളേരാണ് എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി വന്നത്. ഒരുപാട് പേര് കഥ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പഴയ സുഹൃത്തുക്കളും പിന്നെ നമ്മൾ കാണാത്ത സുഹൃത്തുക്കളും കഥയുമായിട്ടൊന്ന് അവർ കഥ പറഞ്ഞു. കുറേ നേരം കഥ കേട്ടിരുന്നു. അപ്പോഴൊക്കെ സിനിമ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ കഥ കേൾക്കുന്നത്. ഇത് ആര് വന്ന് കഥ പറയുമ്പോഴും എനിക്ക് പറ്റിയ സിനിമയായിരിക്കും ഇത്. നമ്മൾ വളരെ പ്രതീക്ഷയുണ്ടാവും നമ്മുടെ മനസ്സിൽ. അങ്ങനെ കഥ കുറേ കേട്ടൊരു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സിനിമ ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടും. അല്ലെങ്കിൽ ആദ്യമായിട്ടൊരാൾ ഇപ്പോൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ നല്ല കുറേ സബ്ജക്റ്റുകൾ ഞാൻ കേട്ടു, പക്ഷേ അതൊന്നും നമ്മളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു സാധനം വേണ്ടേ, ഹ്യൂമർ ബേസ്ഡ് ആയിരിക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കത് മടുത്ത്. ഞാൻ പറഞ്ഞു ഇനി എന്ന് സിനിമ ഒന്നും ചെയ്യാനുള്ളത് നിർത്തി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ആദ്യം വളരെ ആവേശത്തോടു കൂടി വന്നു, പിന്നെ ഒന്ന് മനം മടുത്ത്. അങ്ങനെ ഒന്ന് ഇരിക്കുന്ന സമയത്താണ് ഇവർ 2 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അതിന് കാരണക്കാരൻ ഷാജോനാണ്. ഷാജോൻ പറഞ്ഞ എൻ്റെ അടുത്ത് ആ പുതിയ പിള്ളേരുടെ അടുത്ത് 2 കഥയുണ്ട്, അല്ല ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് വെറുതെ ഒന്ന് കേട്ട് നോക്ക്. ഞാൻ കേട്ട് നോക്കിയിട്ട് കുറച്ച് നേരം ഇവരിങ്ങനെ സ്റ്റക്കായിട്ടിരിപ്പുണ്ടായിരുന്നു. കഥ കേട്ട് കഴിഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണ് ഞാൻ പറയണമെന്ന് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു ഇതെൻ്റെ ആദ്യത്തെ സിനിമ നിങ്ങളുടെ. ഇവന്മാർ പിന്നീട് പറഞ്ഞ് ആ സമയത്ത് ഞെട്ടിപ്പോയി. കാരണം ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഇവർക്ക് ഞാൻ ഈ പടം ചെയ്യുന്നുള്ളത്. അങ്ങനെ ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന 2 തിരക്കഥാകൃത്തുക്കളെ നമുക്ക് മലയാള സിനിമയ്ക്ക് എനിക്ക് ലഭിച്ചിരുന്നു ആ സമയത്ത്. പിന്നീട് ഈ സിനിമ ഹിറ്റായപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചെന്ന് പറയാം. ഇല്ല, സിനിമ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ ഒരു നായകനും 2 സപ്പോർട്ടിംഗ് ആണ്. ഈ സപ്പോർട്ട് ചെയ്യുന്ന 2 കഥാപാത്രങ്ങൾ ഈ റൈറ്റേഴ്സ് തന്നെയായിരുന്നു. ബിബിനും വിഷ്ണു തന്നെയായിരുന്നു അഭിനയിക്കാൻ വന്നത്. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വേറെ ടൈറ്റിൽ തന്നെ വേറെ ടൈറ്റിൽ ഇട്ടിട്ടാവുന്നത്. ഞാനാണ് പറഞ്ഞത് നമുക്കിത് ഒന്ന് മാറ്റി ചിന്തിക്കാം എന്ന് വെച്ചാൽ നിങ്ങളുടെ അതേ സബ്ജക്റ്റ് നമുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് ഇതിലെ കഥാപാത്രങ്ങൾക്ക് അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ 3 ചെറുപ്പക്കാരുടെ, ഈ അമർ അക്ബർ അന്തോണി ഹിന്ദി സിനിമയിൽ ഒരുപാട് പോപ്പുലറായിട്ടുള്ള സിനിമ. ആ പേര് മനസ്സിലിങ്ങനെ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ട സിനിമ. ആ സിനിമയുടെ പേര് വെച്ചിട്ട് നമുക്ക് 3 കഥാപാത്രങ്ങൾ 3 തുല്യ പ്രാധാന്യമുള്ള ഹീറോസിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് താരങ്ങൾ ഓടിയെത്തി. ആദ്യത്തെ സിനിമയല്ലേ, 3 താരങ്ങൾ ഒരുമിച്ച് കിട്ടണം. ഈ 3-4 കാര്യങ്ങളുണ്ട്. 3 സൂപ്പർ സ്റ്റാർസിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് സിനിമയുടെ, പിന്നെ ആദ്യമായിട്ട് ഉള്ളൊരു സംവിധായകൻ, ആദ്യത്തെ എഴുത്തുകാർ, ഞങ്ങൾ സമീപിക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇവർ പ്രതികരണം എന്നറിയാൻ പറ്റില്ല. നാദർഷ എന്ന് പറയുന്നത് മിമിക്രിക്കാരനെയും പാരഡിക്കാരനെയും സിനിമ ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് വളരെ ഇഷ്ടമാണ്, താല്പര്യമാണ്. പക്ഷേ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ സൗഹൃദങ്ങളൊക്കെ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ അതറിയാവുന്നതിൻ്റെ പേരിൽ ആ പഴയ നമുക്ക് ഉള്ളതും ഇനി വരാൻ പോകുന്നതായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ മനസ്സിൽ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് പലരുടെ അടുത്ത് കഥ പറയാനായിട്ട് മടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു പണിയാവും, ഇപ്പോഴത്തെ കുറച്ച് ഒരു ഏറ്റവും ഇവിടെ നിന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പേരെ വെച്ച് ഞങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ സിനിമ പ്രൊഡ്യൂസർ ഭാഗത്ത് നിന്ന് ആൽവിൻ ആൻ്റണി ചേട്ടനും ഡോക്ടർ സക്രിയ തോമസ്, ഈ 2 പേര് അവർ പറഞ്ഞു സിനിമ ഇങ്ങനെ നമ്മളങ്ങനെ വന്നാൽ
അതിനകത്ത് ആകെ പിന്നെ നാദർഷയുടെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രം പോരാ നമുക്ക് സിനിമയിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞ 3 ഹീറോസ്. ഞാൻ പറഞ്ഞ താല്പര്യമുണ്ട്, പക്ഷേ എങ്ങനെ പോയി നമ്മൾ പറഞ്ഞ അവരെ. അപ്പം ഞാൻ പറഞ്ഞ ജയസൂര്യയായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ജയസൂര്യ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇക്കൊരു പടം ചെയ്യ്, ഞാൻ വരാം ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ഒരുപാട് എപ്പോൾ കണ്ടാലും പറയും എന്താ പടം ചെയ്യാത്ത, ഇക്കാക്ക് ഡേറ്റ് ഞാൻ തരാം അങ്ങനെ പറഞ്ഞിട്ട് എന്നെ വളരെ ഇതായിട്ടുള്ള. ഞാൻ പറഞ്ഞു ജയസൂര്യയുടെ അടുത്ത് ഞാൻ ചെന്ന് കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉഗ്രം കഥയാണ് ഇത് നമുക്ക് പൊളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 2 പേരും കൂടി നിൻ്റെ തുല്യ ഇത് ചെയ്യുന്ന 2 പേരും കൂടി വേണം. അങ്ങനെ പോയിട്ട് ആൽവിൻ ആൻ്റണി ചേട്ടനാണ് ഇതിനകത്ത് രാജുവായിട്ട് ആദ്യം പറഞ്ഞത്. ഞാൻ രാജുവായിട്ട് വെറും ഹായ് ബൈ പരിചയമുള്ളൂ. എവിടെയെങ്കിലും അമ്മയുടെ ഷോയ്ക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഹായ്. അപ്പോൾ അതിനേക്കാളൊരു വലിയൊരു കഥ പറയാനോ അല്ലെങ്കിൽ ഇടിച്ചേറി സംസാരിക്കാനോ പോലുള്ളൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലില്ല. ഇന്ദ്രനായിട്ട് കുറച്ചുകൂടി ഉണ്ട്. രാജുവിൻ്റെ അടുത്താണ് പിന്നെ 2ാമത് കഥ പറയാൻ പോകുന്നത്. അപ്പോൾ രാജുവിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. രാജു കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനിതിൽ അഭിനയിക്കുന്നുണ്ട് ഉറപ്പായിട്ട്, ഇതെനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട്. പക്ഷേ എൻ്റെ കൂടെ അഭിനയിക്കുന്ന മറ്റ് 2 പേര് അതാരൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഒന്ന് വെറുതെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാൾ ജയസൂര്യയാണ്. ഓക്കെ, മറ്റേതാരായിരിക്കും? മറ്റത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മനസ്സിൽ ഇന്ദ്രജിത്താണ്. അപ്പോൾ അത് വരുമെന്ന് ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാം. ചേട്ടൻ ആപ്റ്റാണ്, കറക്റ്റാണ്, നിങ്ങളുടെ കാൽക്കുലേഷൻ കറക്റ്റ്, ചേട്ടൻ ഓക്കെയാണ്, ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഇന്ദ്രൻ പറഞ്ഞു ഞാൻ കഥ കേൾക്കട്ടെ, കഥ കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ഇന്ദ്രൻ കഥ കേട്ട് ഇന്ദ്രൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഈ പടത്തിൽ നമ്മൾ 3 പേരും കൂടി തകർക്കുന്നു എന്ന് പറഞ്ഞു. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പൃഥ്വിരാജ് കോമഡി ചെയ്ത ഏക്കോന്ന് ഒരുപാട് പേരുടെ ചോദ്യത്തിന് ഉത്തരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം നല്ല സ്ക്രിപ്റ്റും അത് ചെയ്യിക്കാനായിട്ടുള്ള അത് ഏത് അളവ് വരെ. ഇപ്പം ഞാൻ കോമഡി പ്രസൻറ്റ് ചെയ്ത് ചിലപ്പോൾ കുഴപ്പമാവും, പക്ഷേ അത് ഒരാളെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഏത് അളവ് വരെ പോകാം എന്നുള്ളതിൻ്റെ ജഡ്ജ്മെൻറ്റ് എനിക്കുണ്ട്. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പം ആരെ കിട്ടിയാലും ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്നത് എക്സലൻ്റായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളത്, അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളെ കൊണ്ട് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹ്യൂമർ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാവുന്നുള്ളൂ. അതിൻ്റെ അളവ് ഡയറക്ടർക്ക് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പിന്നെ അദ്ദേഹം പറയുന്ന തമാശകളിൽ സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും തമാശ ഉണ്ടെങ്കിലാണ് ജനങ്ങൾ ചിരിക്കുകയുള്ളൂ. അതല്ലാണ്ട് പൃഥ്വിരാജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് കോമഡി ചെയ്തിട്ടേക്കാത്തതല്ല, സ്ക്രിപ്റ്റിനകത്ത് കോമഡി ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ആ സമയത്ത് ഉള്ള ജഡ്ജ്മെൻറ്റിൻ്റെ കുഴപ്പമായിരിക്കാം.